ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 25:28. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ആത്മാവിൻ്റെ ഫലമായ ആത്മസംയമം കർത്താവിൻ്റെ സംരക്ഷണത്തെ പ്രതീകപ്പെടുത്തുന്നതാണ്. 125-ാം സങ്കീർത്തനത്തിൽ പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഭൗതികമായ നാം ഭവനത്തിനും രാജ്യത്തിനും വേണ്ടി പണിയുന്ന മതിലുകൾ ശത്രുക്കൾക്കെതിരായ പ്രതിരോധത്തിന് സഹായിക്കുന്നത് പോലെ ആത്മീയ മതിലുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികളിൽ പാപകരമായ പ്രലോഭനങ്ങളിൽ നിന്നും വേർതിരിക്കുവാൻ സഹായിക്കുന്നു. ആത്മസംയമം ഇല്ലാത്ത പുരുഷനെ മതിലില്ലാതെ കിടക്കുന്ന പട്ടണത്തോട് ഉപമിച്ചിരിക്കുന്നു. അതായത് മതിലുകളില്ലാത്ത ഒരു പട്ടണത്തെ ശത്രുക്കൾക്ക് പെട്ടെന്ന് കൊള്ളയടിക്കുവാൻ കഴിയുന്നതാണ്. ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തി പ്രതികൂല സാഹചര്യങ്ങൾക്ക് അടിപ്പെടുകയും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ആത്മസംയമം ഇല്ലാത്ത വ്യക്തി പ്രതിരോധശേഷി ഇല്ലാത്തവനാണ്. അതില്ലാത്ത വ്യക്തി ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പകപിടക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് തുടങ്ങിയ പ്രവൃത്തികളിൽ പെട്ടുപോകുവാൻ സാധ്യതയേറുന്നു. ആത്മസംയമം പാലിക്കുന്ന വിഷയത്തിൽ യേശുക്രിസ്തുവാണ് നമുക്ക് ഉത്തമ മാതൃക. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും യേശുക്രിസ്തു ഒരിക്കലും തൻ്റെ ആത്മസംയമം നഷ്ടപ്പെടുത്തിയില്ല. ആത്മനിയന്ത്രണമുള്ള വ്യക്തി യഥാർത്ഥത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഗെത്സമനത്തോട്ടത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവിനെന്നാണ്. പിന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്നാണ്. ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ മാതൃകയും ആത്മനിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. പ്രിയ സഹോദര സഹോദരി, തൻ്റെ ആത്മാവിലൂടെ ആത്മസംയമനത്തിനായി നമ്മെ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെ തന്നെ കർത്താവ് അതിനായി സമർപ്പിക്കാം. മതിലില്ലാത്ത പട്ടണത്തിൻ്റെ ദുരവസ്ഥ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ബോധവാനാകണം. ആത്മാവിൻ്റെ ഫലത്താൽ നാം നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ.